ഹായ്, വോയിസ് ഓഫ് കിച്ചൺ ആൻഡ് വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബൈക്ക് സന്തോഷ്. നമ്മൾ ശ്രീകുമാർ സാറിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു. ഈ പ്രാവശ്യം നമ്മൾ എടുക്കുന്ന വീഡിയോ സ്റ്റാർ ആപ്പിളിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ആ മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രീകുമാർ സാറിനോട് ചോദിക്കാം. സാറേ, ഇത് സ്റ്റാർ ആപ്പിൾ എന്നാണ് പറയുന്നത്. ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ. ജമൈക്കൻ ഒരു കരീബിയൻ ഏരിയയിൽ നിന്ന് എത്തിയതാണ്. ഇപ്പോ കേരളത്തിൽ പലയിടത്തും ഉണ്ട്, ഇത് കായ്ക്കുന്നുണ്ട്. കുറച്ച് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പഴമാണ്, അബി പോലെയൊക്കെ തന്നെ. ഇതിന്റെ ആപ്പിളിന്റെ ടേസ്റ്റ് ആണ്. ആപ്പിളിന്റെ ടേസ്റ്റ് അല്ല ഇതിന്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പഴുത്ത് നിൽക്കുന്നുണ്ട്. കരിക്കുണ്ടല്ലോ, ഏതാണ്ട് കരിക്കിന്റെ പോലെ തന്നെയാണ് ഉത്ഭാവം ഇരിക്കുന്നത്. കുറച്ചുകൂടി മധുരം കൂടുതലാണ്. അത് ശരി. നമ്മുടെ ഈ ആപ്പിൾ ഉണ്ടല്ലോ, അത് പഴുത്ത് കഴിഞ്ഞാലാണോ നല്ല ടേസ്റ്റ്? പഴുത്ത് കഴിഞ്ഞാലാണ് ടേസ്റ്റ്. ഇതിനൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഴുക്കുന്നില്ല, മരത്തിൽ നിന്ന് തന്നെ പഴുക്കണം. ഓ, അങ്ങനെയാണ്. അത് മാത്രമല്ല, പഴുത്ത താഴേക്ക് വീഴുകയില്ല. ഇത് നമ്മൾ പഴുത്ത് കഴിഞ്ഞാൽ പഴുക്കുമ്പോ ചെന്ന് പറിച്ചോണം. അതെ, ഭയങ്കര അനുസരണയാണ്. പറിച്ചു വെച്ചാ പഴുക്കുകയില്ല, പഴുക്കുമ്പം പറിച്ചോണം, ഇല്ലെങ്കിൽ അവിടെ കിടന്ന് ഉണങ്ങിപ്പോയില്ലേ. അതെ, ഇപ്പൊ പലതും ഇങ്ങനെ കറുത്ത കളറിൽ കിടക്കുന്നില്ല, അത് ഞങ്ങൾ പറിക്കാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. ഇതിന്റെ ഗുണങ്ങളെന്ന് പറയുന്നത് എങ്ങനെയുണ്ട്? നമ്മുടെ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ധാരാളം ഉണ്ടെന്നാണ് ഗൂഗിളിൽ പറയുന്നത്. ഞാൻ സെർച്ച് ചെയ്തപ്പോ അങ്ങനെ കണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ നമ്മളത് കഴിക്കുമ്പം എന്തുകൊണ്ട് ഒരു വളരെ നല്ല ഒരു ഹെൽത്തി ഫുഡാണ് അല്ലേ? അതെ അതെ. ഇത് ഗ്രീൻ സ്റ്റാർ ആപ്പിൾ ആണ്. പഴുക്കുമ്പോഴും ഈ ഗ്രീനിഷ് കളർ തന്നെയാണ്. പക്ഷെ നമുക്ക് അപ്പുറത്ത് മറ്റൊരു മരം കണ്ടിരുന്നില്ല, അത് പേർപ്പിൾ കളറിലേക്കാണ് വരുന്നത്. അതെ. ഇത് എത്ര ഇനം ഉണ്ട്? ഇതിപ്പോ പേർപ്പിളും ഗ്രീനും ആണ് ഇവിടെ കായ്ക്കുന്നത്. ഇതിന്റെ സീസൺ ഉണ്ട്? ഉണ്ട്, സീസൺ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഫെബ്രുവരി മാർച്ച് ഓടുകൂടി ഇതിങ്ങനെ പൂത്തു തുടങ്ങും. ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും ആണ് പഴം പഴുത്ത് വരുന്നത്. ഒരു വർഷത്തെ ഒരു പ്രാവശ്യം പ്രാവശ്യമുള്ളൂ അല്ലേ? നിറച്ചുണ്ടാകുന്നുണ്ട്, നല്ല തിക്കായിട്ടുണ്ടാകുന്നുണ്ട്. നമ്മൾ ഇത് മാർക്കറ്റിൽ കിട്ടുമോ ഈ ഫ്രൂട്ട്സ് ഒക്കെ? അതോ ഇവിടെ കേരളത്തിലായിട്ടില്ല അത്? ഇല്ലല്ലേ? ഇല്ല. ഒരുവിധം പഴങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. പക്ഷേ പല വിദേശ ഫ്രൂട്ട്സുകളും ഇപ്പം മാർക്കറ്റിലില്ല. അതിൻ്റെ സീഡ് എടുത്ത് കൃഷി ചെയ്ത് അതിൻ്റെ തൈകൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ? നമുക്ക് ഇനി ആ മരത്തിന്റെ ചുവട്ടിലേക്ക് പോവാം. ശരി ശരി. ഇത് പെരിയാറല്ലേ? ഇത് പെരിയാറാണ്. എൻ്റെ പൊന്നെ, പെരിയാറിന്റെ തീരത്താണ് താമസിക്കുന്നത് അല്ലേ? ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് പെരിയാറിന് ഒരു 100 മീറ്ററിലേറെ ഉണ്ടല്ലേ? ഒരു സത്യം പറഞ്ഞ ഒരു ഭാഗ്യമാണ്. കാരണം നല്ല കാറ്റേറ്റ് നല്ല എന്താണ് പറയുന്നത്, ഈ നടക്കുന്ന വഴി ഫ്രൂട്ട്സ് ഇങ്ങനെ പറിച്ചു വന്നോണ്ടിരിക്കുക കേട്ടോ അല്ലേ? ഇവിടെ വരുന്നവർക്കും ഒരു അനുഭവമാണല്ലേ ഇത്? അതെ, വിദേശ ഫ്രൂട്ട്സ് കൊണ്ട് നമ്മുടെ വയറ് നിറയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ പെരിയാറ്, നമ്മുടെ അത് ജങ്കാറല്ലേ? ഇത് ജങ്കാർ സർവീസ്. കാര്യം നല്ല രസമാണ്, ഒരു ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് അല്ലേ? ഇതാണ് നമ്മുടെ ശ്രീകുമാർ സാറിൻ്റെ ഫ്രണ്ട് വ്യൂ. പെരിയാർ ഇങ്ങനെ നിറഞ്ഞു നടക്കല്ലേ അല്ലേ? അടിപൊളി സംഭവം അല്ലേ? ഇവിടെ മുഴുവൻ ഇങ്ങനെ എന്താ നെറ്റൊക്കെ ഇട്ടിരിക്കുക അല്ലേ? ചെടികൾ വളർത്തിക്കൊണ്ടിരിക്കുക. ചെടികളാണ് അല്ലേ? അതെ. സത്യം പറഞ്ഞ സാറ് ഒരു എന്താ പറയുക, ഒരു ചെടിയുടെ ഒരു പിന്നെ പ്രപഞ്ചം തന്നെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് സംഭവം. എവിടെ നോക്കിയാലും ചെടികളാണ് അല്ലേ? കാരണം വീടിൻ്റെ മുറ്റം മുഴുവൻ ചെടികൾ. അടിപൊളി. നിങ്ങളെ ഞാനൊരു വെറൈറ്റി സംഭവം പരിചയപ്പെടുത്താൻ ഇത് കേട്ടോ, കോളാനട്ട്. ഈ പേരിൽ തന്നെ ഒരു കഥയുണ്ട്. അതായത് കൊക്കക്കോള ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മരത്തിൻ്റെ കായിൽ നിന്നാണ്. അത് വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഇതിൻ്റെ കൃഷിയുണ്ട്. ഈ കായ്കൾ കൊണ്ടാണ് കൊക്കക്കോള ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് ഇവിടെ ഇതിൻ്റെ കായ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഒരു കൊലയിൽ ഒരുപാട് കായ്കളുണ്ട്. 2, 4, 5 കായ്കളുണ്ട് അവിടെ ഉണ്ടായിക്കിടപ്പുണ്ട്. അങ്ങനെ ഈ മരത്തിൻ്റെ പല സ്ഥലങ്ങളിലും ആ കായ്കളുണ്ട്.
അപ്പം ഇത് പഴുത്ത് കഴിഞ്ഞാൽ തന്നെ പഴുത്ത് താഴ്ത്തി വീഴും. ഇത് കണ്ടോ, ഒരു കായ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഇതിനകത്ത് സീഡുണ്ട്. ഈ സീഡിനകത്തു നിന്നാണ് കൊക്കക്കോള ഉണ്ടാക്കുന്നത്. ഇത് വേണ്ട കൈ കൊണ്ട് പൊട്ടിച്ചാലൊന്നും പൊട്ടുന്നില്ല കേട്ടോ, കാരണം ശരിക്കും പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്തു നിന്നാണ് കൊക്കക്കോള ഉണ്ടാകുന്നത്. ആ സീഡ് നമ്മൾ പല രീതിയിൽ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കൊക്കക്കോള ഉണ്ടാകുന്നത്. ഏതായാലും ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മരം കണ്ടപ്പോഴത്തേക്കും വളരെ കൗതുകം തോന്നി. നിങ്ങളിലേക്ക് അത് എത്തിക്കണമല്ലോ എന്ന് തോന്നിയിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പം നമുക്കിനി അങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർ ആപ്പിൾ മരം അല്ലേ? വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കുക തുടങ്ങി. ഗ്രീൻ സ്റ്റാർ ആപ്പിൾ. അതെ അല്ലേ? ഇത് എത്ര വർഷം പഴക്കമുള്ള? ഇതിനൊരു 8-9 വർഷം പഴക്കമുണ്ടാവും. 9 വർഷമുള്ള അല്ല, തടിയൊക്കെ കണ്ടിട്ട് ഒരു കുറേ വർഷം പഴക്കമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇത് നിറച്ചുണ്ടാവില്ല അല്ലേ? നിറച്ചിട്ടുണ്ടാവും. അല്ലേ? ഇത് രസം കാണാനല്ലേ? ഈ കറുത്ത് കിടക്കുന്ന കായ്കളൊക്കെ നമ്മളെ പറിക്കാതെ പോയതാ അല്ലേ? അത് പറിക്കാതെ പോയത് അല്ലേ? ഇപ്പോൾ ഇതെല്ലാം പഴുത്തതാണ്. ഇത് പതിയെ നെക്ക് കൊള്ളുന്നുണ്ട് കേട്ടോ. അല്ലേ? ഇത് ഇച്ചിരി ആകാനുള്ളതാണ് അല്ലേ? ആകാനുണ്ട്. ഇതില് കുറേ എണ്ണം ഒരുമിച്ച് കിടക്കണം. അത് ഉണ്ടായി വരുന്നുണ്ട് അല്ലേ? അതെ അതെ, പല സ്റ്റേജുകളിലുണ്ട്. ഇത് കഴിച്ചോളൂ അല്ലേ? ഈ ഭാഗമാണ് കഴിക്കേണ്ടത്. സീഡിൻ്റെ ചുറ്റിനുള്ളതാണ് കഴിക്കേണ്ടത്. അതെ അതെ. നമ്മുടെ സ്റ്റാർ ആപ്പിൾ കഴിച്ച് നോക്കി കേട്ടോ, അടിപൊളി സംഭവമാണല്ലോ. ഇതേ നമ്മൾ ഇതിനകത്ത് ആ സീഡിനോട് ചേർന്ന ഒരു മാംസളമായിട്ടൊരു ഭാഗമുണ്ട്. അത് നമ്മൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിനോട് ചേർന്നിട്ടുള്ള ഈ വൈറ്റ് കളറിലുള്ള ആ ചുറ്റും തൊണ്ടൊഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ കഴിച്ചു. ഇതേപോലെ ഒന്നെണ്ണം ഞങ്ങൾ കഴിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലും ടേസ്റ്റ്, എല്ലാം ഭയങ്കര ടേസ്റ്റ്, മൊത്തം ടേസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് കളയാനായിട്ട് ആ ചെറിയ സീഡും ഇതിൻ്റെ ആ പുറമേയുള്ള തൊണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലേ? ഇത് നമ്മുടെ സംഭവം അല്ലേ? നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർ ആപ്പിൾ കണ്ടു, സ്റ്റാർ ആപ്പിൾ പരിചയപ്പെട്ടു, സ്റ്റാർ ആപ്പിൾ തിന്നു അല്ലേ? അതിൽ ഇത്രയും നല്ലൊരു ഫ്രൂട്ട് കഴിക്കാൻ ഇടയായല്ലോ. അതായത് എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്റ്റാർ ആപ്പിൾ കഴിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പിന്നെ ഗൂഗിളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണാൻ സാധിച്ചു. എന്തായാലും ശ്രീകുമാർ സാറ് ഇത് വിദേശത്ത് നിന്നായാലും കൊണ്ടുപോയി വെച്ചു, കുഴിച്ച് വെച്ചു, വളർത്തിലൊക്കെ വളരെ സന്തോഷം. കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ എങ്ങനെയാണ്? ഇതിൻ്റെ തൈകൾ ഇവിടെ ലഭ്യമാണ് ആണല്ലേ? അതെ അതെ. അപ്പം നമ്മൾ താങ്കളുടെ മൊബൈൽ ഞങ്ങൾ കൊടുക്കാം, പക്ഷെ അതിനകത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം. ആണല്ലേ? അത് ശരി. അപ്പം നമ്മുടെ സ്റ്റാർ ആപ്പിളിൻ്റെ തൈ തന്നെയല്ല, സാറിൻ്റെ കസ്റ്റഡിയിൽ 500ഓളം വിദേശ ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട്, അത് മരങ്ങളുണ്ട്, അതിൻ്റെ തൈകളുണ്ട്. അതിൻ്റെ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറിൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. സാർ അത് നിങ്ങളുടെ ഓൺ ദ സ്പോട്ടിൽ എത്തിച്ചിരുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അല്ലേ? അതെ. അപ്പം സാറിൻ്റെ ഈ വീഡിയോ നമുക്കിവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും വേറൊരു ചെടിയുടെ വീഡിയോ അല്ലേ, വിദേശ ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡ് വരും. അതുവരെ ഗുഡ് ബൈ.